ക്രിക്കറ്റ് ലോകം ഇപ്പോൾ കാത്തിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി 2025 ഫെബ്രുവരി 19 മുതൽ മാർച്ച് 10 വരെയാണ് നടക്കുന്നത്. രോഹിത് ശർമ്മയെ നായകനാക്കിയും ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കിയും 15-അംഗ ടീം ലിസ്റ്റാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ സ്ക്വാഡിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസനെ ഉൾപ്പെടുത്താത്തത് ആരാധകരെ ഏറെ നിരാശപ്പെടുത്തിയിരുന്നു. വിജയ് ഹസാരെ ടൂർണമെൻറ്റിൽ കളിക്കാത്തത് കാരണമാണ് സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്താത്തത് എന്നും ചില റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ വിജയ് ഹസാരെ ടൂർണമെൻറ്റിൽ കളിക്കണമെന്ന് സഞ്ജു നേരത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ സഞ്ജു മെയിൽ അയച്ചിട്ടും കേരള ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇതോടെ സഞ്ജുവും KCAയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു. ഇപ്പോൾ സഞ്ജുവും കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് സഞ്ജുവിൻ്റെ പിതാവായ വിശ്വനാഥൻ. സഞ്ജുവുമായി പ്രശ്നമുള്ള ആളുകൾ KCAയിൽ ഉണ്ടെന്നും ക്യാമ്പ് നഷ്ടമായ ഒരേ ഒരാൾ സഞ്ജു മാത്രമല്ലെന്നും സാംസൺ വിശ്വനാഥ് പറയുന്നു. ഇതേ അവസ്ഥയിലുള്ള മറ്റ് കളിക്കാർക്ക് KCA അവസരം കൊടുത്തെന്നും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് തിരുത്താനും തങ്ങൾ തയ്യാറാണെന്നും സഞ്ജുവിൻ്റെ അച്ഛൻ പറയുന്നു. എൻ്റെ മകനുമായി പ്രശ്നമുണ്ടെന്ന് തോന്നുന്ന ചില വ്യക്തികൾ KCAയിലുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ എപ്പോഴും നിശബ്ദത പാലിക്കുന്നു. എന്നാൽ ഇത്തവണ അത് ഒരുപാട് അകൽച്ച ഉണ്ടാക്കി. ക്യാമ്പ് നഷ്ടമായ ഒരേ ഒരു കളിക്കാരൻ എൻ്റെ മകൻ സഞ്ജു മാത്രമല്ല. എന്നിട്ടും അതേ അവസ്ഥയിലുള്ള മറ്റുള്ളവർക്ക് കളിക്കാൻ അവസരം കിട്ടുകയും ചെയ്തു. ഇത് പ്രസിഡന്റ് ജയേഷ് ജോർജിനെയോ അല്ലെങ്കിൽ സെക്രട്ടറി വിനോദ് S. കുമാറിനെയോ കുറിച്ചല്ല പറയുന്നത്. നിസാര പ്രശ്നങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ഊതി വീർപ്പിക്കുന്നതിന് ചില വ്യക്തികൾ ഇടയിലുണ്ട്. അവരുടെ കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ കായിക താരങ്ങളാണ്, സ്പോർട്സിൻ്റെ ബിസിനസ്സിൽ ഉൾപ്പെട്ടവരല്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എൻ്റെ മകന് കളിക്കാൻ ന്യായമായ അവസരം നൽകണമെന്നാണ്. ഒരു തെറ്റുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനും അത് തിരുത്താനും ഞങ്ങൾ തയ്യാറാണ്. ഇതാണ് സഞ്ജു സാംസന്റെ പിതാവ് പറഞ്ഞതായി മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സഞ്ജു ഇനിയും ഭാവിയുള്ള താരമാണ്. പ്രസ്താവനകൾ ഇറക്കി സഞ്ജുവിന് ശ്രീശാന്തിൻ്റെ അവസ്ഥ വരുത്തരുതെന്നാണ് പല ക്രിക്കറ്റ് ആരാധകരും സാംസൺ വിശ്വനാഥനോട് പറയുന്നത്. നേരത്തെ ഇദ്ദേഹം രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവരെയും കുറ്റപ്പെടുത്തി സംസാരിച്ചിരുന്നു. ഗൗതം ഗംഭീർ വിചാരിച്ചിട്ടും സഞ്ജുവിനിപ്പോൾ ടീമിൽ കയറിപ്പറ്റാൻ കഴിയാത്തത് ആ രണ്ട് സൂപ്പർ താരങ്ങളുടെയും വിദ്വേഷം കൊണ്ടാണെന്നും ചില സൂചനകളുണ്ട്.